അടുത്തായിട്ട് നമുക്ക് ലീനിയറിറ്റിയെക്കുറിച്ച് പഠിക്കാനുള്ളത്. സെക്ഷൻ 2 ആണ്. ഇത് ക്യാപിറ്റൽ വി ആൻഡ് ക്യാപിറ്റൽ ഡബ്ല്യു ബി വെക്ടർ സ്പേസസ് ഓവർ ദ സെയിം ഫീൽഡ് ആയിരിക്കണം. അത് ശ്രദ്ധിക്കുക. വി ഇൻ ഡബ്ല്യു ഓവർ ദി സെയിം ഫീൽഡിലുള്ള രണ്ട് വെക്ടർ സ്പേസസ് ആണ്. ഒരു ഫംഗ്ഷൻ ടി ഫ്രം വി ടു ഡബ്ല്യുവിനെ നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത് അഡിറ്റിവിറ്റി, അത് ചുവന് കാണുന്നില്ല അവിടെ. അതായത് ഇങ്ങനെയാണ് വരുന്നത്. ടി ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ടി ഓഫ് എക്സ് പ്ലസ് ടി ഓഫ് വൈ ആയിരിക്കണം. പിന്നെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയുടെ പേര് ഹോമോജെനിറ്റി എന്നാണ്. ടി ഓഫ് ആൽഫ എക്സ് എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു ടി ഓഫ് എക്സ് എന്നും കിട്ടണം. ഓക്കെ, ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് അത് ലീനിയർ ട്രാൻസ്ഫോർമേഷനായിട്ട് മാറുന്നത്. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം വി ടു എഫ് ഈസ് കോൾഡ്. ഇനി വിയിൽ നിന്നും എഫിലേക്കുള്ളൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷനെ നമ്മൾ ലീനിയർ ഫങ്ഷണൽ എന്ന് വിളിക്കും. പിന്നെ വിയിൽ നിന്നും അതിലേക്ക് തന്നെ ഉള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷനെ നമ്മൾ ലീനിയർ ഓപ്പറേറ്റർ എന്നും വിളിക്കും. ഓക്കെ, it can be seen that the two conditions in definition 2.1 together are equivalent to either of the following conditions. ഇപ്പം ഈ പറഞ്ഞ രണ്ട് കണ്ടീഷനും കൂടെ നമുക്ക് ഒറ്റ ഒരു ലൈനിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതായത് രണ്ടും കൂടെ ഒന്നിച്ച് വരുന്ന ഒരു കണ്ടീഷനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ടി ഓഫ് എക്സ് പ്ലസ് ആൽഫ വൈനെ നമുക്ക് ടി എക്സ് പ്ലസ് ആൽഫ ടി വൈ എന്ന് കിട്ടണം. അതേപോലെ തന്നെ ടി ഓഫ് ആൽഫ എക്സ് പ്ലസ് ബീറ്റ വൈനെ നമുക്ക് ആൽഫ ഇൻറ്റു ടി എഫ് എക്സ് പ്ലസ് ബീറ്റ ഇൻറ്റു ടി ഓഫ് ഐ എന്ന് കിട്ടണം. ഓക്കെ, ഇത് അതായത് ടി ഓഫ് എക്സ് പ്ലസ് ആൽഫ വൈക്കകത്തിൽ എന്താ പറയുന്നത്, അഡിഷൻ്റെയും വരുന്നുണ്ട്, പിന്നെ ആൽഫ വൈയുടെ ആ ഒരു സംഭവം വരുന്നുണ്ട്, സ്കെയിലാർ മൾട്ടിപ്ലി ഹോമോജെനിറ്റി ഉണ്ടല്ലോ. അതേപോലെ ടി ഓഫ് ആൽഫ എക്സ് പ്ലസ് ബീറ്റ വൈക്കകത്ത് ആ പ്ലസിൻ്റെ സംഭവം വരുന്നുണ്ട്. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ്റെതും വരുന്നുണ്ട്, ഹോമോജെനിറ്റിയുടെതും വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനോട് ഒന്നിച്ച് ചെക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ടാണ്. നോട്ട്: ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആർ ഓൾസോ നോൺ ആസ് ലീനിയർ മാപ്സ്, ലീനിയർ മാപ്പിംഗ്, ലീനിയർ ഓപ്പറേറ്റർ, ഹോമോമോർഫിസം, ഇങ്ങനെയെല്ലാം എന്നെ വിളിക്കുന്നുണ്ട്. എൻഡോമോർഫിസം ഇതെല്ലാം വിളിക്കാം. എക്സാമ്പിൾസ്: വി ഇൻ ഡബ്ല്യു വെക്ടർ സ്പേസസ് ആണെങ്കിൽ രണ്ട് ലീനിയർ മാപ്സ് നമുക്ക് ഈസി ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒന്ന് ഐഡൻറ്റിറ്റി മാപ്പ്, എല്ലാത്തിനെയും അതിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നതാണ്. അതിവിടെ കാണുന്നില്ല നന്നായിട്ട്. ഐ വി ഓഫ് എക്സിനെ എക്സ് ആയിട്ട് തന്നെ മാപ്പ് ചെയ്യുന്നതാണ്. പിന്നെ സീറോ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സീറോ, അതായത് സീറോ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ എലമെൻസിനെയും ലെഫ്റ്റ് സൈഡിലുള്ള സീറോ കാണിക്കുന്നത് സീറോ ഓപ്പറേറ്റർ, റൈറ്റ് സൈഡിലുള്ള സീറോ എന്ന് പറയുന്നത് ഡബ്ല്യുവിനകത്തിലുള്ള സീറോ വെക്ടറിനെയുമാണ്. എല്ലാ എലമെൻസിനെയും സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്നതാണ് സീറോ എന്ന് പറയുന്നത്. ഐ വി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി. നോട്ട് ദാറ്റ് അത് തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സീറോ എക്സ് പ്ലസ് വൈ സീറോ ആണല്ലോ, അതിനെ സീറോ എക്സ് പ്ലസ് സീറോ വൈ എന്ന് എഴുതാം. സീറോ ഓഫ് ആൽഫ എക്സ് സീറോ ആണ്, അതിനെ ആൽഫ സീറോ എന്ന് എഴുതാം. ആൽഫ ഇൻറ്റു സീറോ എക്സ് എന്ന് എഴുതാം. ഐ വി എഫ് എക്സ് പ്ലസ് വൈ ഐഡൻറ്റി ആയതുകൊണ്ട് എക്സ് പ്ലസ് വൈ കിട്ടും, അതായത് ഐ വി എക്സ് പ്ലസ് ഐ വി വൈ എന്ന് കിട്ടും. ഇനി ഐ വി ആൽഫ എക്സ് ആണ്, ആൽഫ ഇൻറ്റു ഐ വി എക്സ് ആണ്. ഹിയർ സീറോയും ഐ വിയും എന്നാൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഐഡൻറ്റി മാപ്പാണ്. ഇനി എൻ്റെ കുറേ എക്സാമ്പിൾസ് ആണ്. വി എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ലാംഡ സ്കെയിലാറാണ്. ടി ഫ്രം വി ടു വിനെ നമ്മൾ ടി ഓഫ് സി എക്സ് ലാംഡ എക്സ് ഫോർ ഓൾ എക്സ്. ടി ലീനിയർ ഓപ്പറേറ്റർ ഓൺ വി ആണ്. ഫോർ എവരി എക്സ് വൈ ബിലോങ്സ് ടു വി ആൻഡ് ആൽഫ ബിലോങ്സ് ടു എഫ്. ടി ഓഫ് എക്സ് പ്ലസ് ആൽഫ വൈ ലാംഡ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ വൈ ലാംഡ എക്സ് പ്ലസ് ലാംഡ വൈ ടി ഓഫ് സി എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു ടി ഓഫ് വൈ. ദിസ് ഓപ്പറേറ്റർ ടി ഈസ് റിട്ടേൺ ആസ്. അപ്പോൾ ഈ ഓപ്പറേറ്റർ ടി ഓഫ് സി എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ, ടി ഓഫ് സി എക്സ് അല്ല, ടി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്ററിനെ നമുക്ക് ടി ഇസ് ഈക്വൽ ലാംഡ ഐ എന്നും വിളിക്കാം. ടി ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് വിളിക്കാം, കാരണം ലാംഡയുടെ സെയിം എഫക്റ്റ് തന്നെയാണ് ഈ പറഞ്ഞ ടി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സും ചെയ്യുന്നത്. വേറൊരെണ്ണം ടി ഫ്രം നമ്മുടെ പോളിനോമിയൽസിനകത്ത് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് പി ഓഫ് ടീനെ ടി ഇൻറ്റു പി ഓഫ് ടി എന്ന് ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ എഫ് റേസ് ടു ഇൻഫിനിറ്റി സെറ്റ് ഓഫ് ഓൾ സീക്വൻസസിനകത്ത് ഒരു സീക്വൻസ് A1 A2 A3 എടുത്തു കഴിഞ്ഞാൽ അതിന് A1നെ അങ്ങ് എടുത്ത് മാറ്റി A2 തൊട്ട് തുടങ്ങുന്നു, അതായത് ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ, ലെഫ്റ്റിലോട്ട് അതിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഷിഫ്റ്റ്. അടുത്തത് ടി ഓഫ് A1 A2 A3 അതിനെ നമുക്ക് ഒന്ന് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് തുടക്കത്തിൽ സീറോ കൊടുക്കുന്നു, റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ. ഇനി എക്സാമ്പിൾ 2.4 ലെറ്റ് വി ബി ആൻ എൻ ഡയമെൻഷൻ വെക്ടർ സ്പേസ് ആൻഡ് ബി എന്ന് പറയുന്നത് U1 ഗോമ എക്സറ UN എന്ന് പറയുന്നത് ഓൾറെഡി ബേസിസ് ഓഫ് ക്യാപിറ്റൽ വി ആണ്. ഫോർ ഈച്ച് എക്സ് ബിലോങ്സ് ടു ബി ദർ എക്സ് ഇസ് യുണീക്ക് സ്കെയിലേഴ്സ്. അപ്പോൾ നമുക്ക് വി എന്ന് പറയുന്ന ഒരു എൻ ഡയമെൻഷൻ വെക്ടർ സ്പേസ് ആണ്. അപ്പോൾ എൻ എലമെൻറ്റ്സ് ഉള്ള ഒരു ബേസിസ് അതിനുണ്ടല്ലോ, ബി ആണെന്ന് വിചാരിക്കുക.
ഓരോ എക്സ് എടുത്താലും നമുക്ക് ഈ പറഞ്ഞ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് അതിനെ എഴുതാൻ പറ്റും. അപ്പോൾ എക്സിനെ നമ്മൾ ആൽഫ 1 u1 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n u1 എന്ന് എഴുതാം. ഇനി ഫോർ ഈച്ച് ജെ ബിലോങ്സ് ടു 1, എക്സെട്ര n, എഫ് ജെ എന്ന് പറയുന്ന വിയിൽ നിന്ന് എഫിലേക്ക് നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു. എഫ് ജെ ഓഫ് എക്സ് എന്ന് പറയുന്ന ആൽഫ ജെ ആണ്. ഫോർ എക്സ് ഈസ് ഈക്വൽ ടു ആൽഫ 1 u1 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n വി യു എൻ ബിലോങ്സ് ടു വി. ദെൻ എഫ് ജെ എന്ന് പറയുന്നത് ലീനിയർ ഫങ്ഷണലാണ്. ഓക്കെ, ദെൻ ഈ എഫ് ജെ ഒരു ലീനിയർ ഫങ്ഷണലാണ്, കാരണം അത് വിയിൽ നിന്ന് എഫിലേക്കുള്ളതാണല്ലോ, ലീനിയർ ആണെന്നും നമുക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വി ഒബ്സർവ് ദാറ്റ് ദ ലീനിയർ ഫങ്ഷണൽ F1 F2 എക്സെട്ര FN സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി എഫ് ജെ നിങ്ങൾ ഈ പറഞ്ഞ എഫ് ജെ ഓഫ് യു ജെ എന്ന് പറയുന്നത് ഡെൽറ്റ ഐ ജെ ആയിരിക്കും. കാരണം നമ്മൾ എങ്ങനെയാണ് അത് എടുക്കുന്നത്? എഫ് ജെ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഈ ബേസിസ് എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുമ്പം അതിനകത്തുള്ള ജെത്ത് കോർഡിനേറ്റിൻ്റെ കൂടെ വരുന്ന സ്കെയിലറാണ്. ഇവിടെ ഇപ്പം യു ജെ ആണ്, ജെത്ത് കോർഡിനേറ്റ് യു ജെ തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ, വേറൊന്നുമില്ല. അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് 1 അല്ലേ. യെസ്. അപ്പോൾ ഈ എഫ് ഐ എന്ന് പറയുന്നത് ജെയിംസ് എഫ് ഐ പുറത്തായിരിക്കുമ്പോൾ നമ്മൾ ഐത്തെ കോർഡിനേറ്റാണ് നോക്കുന്നത്. ഐത്തെ കോർഡിനേറ്റ് അല്ല ഉള്ളിൽ കിടക്കുന്നത് എങ്കിൽ നമുക്കത് 0 ആയിരിക്കും കിട്ടുക. ഇപ്പോൾ എഫ് ഐ ഓഫ് യു ഐ ആണെങ്കിൽ യു ഐയുടെ കൂടെ ഉള്ളത് 1 ആണ്. എഫ് ഐ ഓഫ് യു ജെ ആണെങ്കിൽ ഐയും ജെയും സെയിം അല്ലെങ്കിൽ നമുക്ക് ഐത്ത് കോർഡിനേറ്റ് അവിടെ ഇല്ലെന്നർത്ഥം. ഐത്ത് കോർഡിനേറ്റിൻ്റെ കൂടെ വരുന്ന സ്കെയിലർ കൊടുക്കേണ്ടത്. അപ്പം എഫ് ഐ ഓഫ് അകത്ത് വരുന്ന യു ഐ ആണെങ്കിൽ 1 കിട്ടും, അല്ലെങ്കിൽ നമുക്ക് 0 കിട്ടും. ദീസ് ലീനിയർ ഫങ്ഷണൽസ് ആർ കോൾഡ് the coordinate functionals on V with respect to the basis V. The coordinate functionals depend only on the basis B but also on the order in which the basis vectors appear in B. ഈ കോർഡിനേറ്റ് ബേസിസ് നമ്മൾ ബേസിസിനെ മാത്രമല്ല അതിൻ്റെ ഓർഡറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ആ ഓർഡർ അനുസരിച്ച് എഴുതുമ്പോൾ ഉള്ള ആ സ്കെയിലറാണ് നമ്മൾ ഈ ലീനിയർ ഫങ്ഷണലിനകത്ത് എടുത്തിരിക്കുന്നത്. ഓക്കെ, വേറെ കുറേ എക്സാമ്പിൾസ് താഴോട്ടുണ്ട്. അടുത്ത തിയറം 2.6 let T from V to W be a linear transformation then the following are true. ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് T എങ്കിൽ T of 0 is equal to 0 ആയിരിക്കും. ഫോർ ഈച്ച് V belongs to V, T of മൈനസ് വിനെ നിങ്ങൾക്ക് മൈനസ് T of E എന്ന് എഴുതാം. പിന്നെ T of ആൽഫ 1 V1 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n V n നമുക്ക് ആൽഫ 1 T V1 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n D V n എന്ന് എഴുതാം. For all vectors V1, etc. Vn belongs to V and all scalars alpha 1, etc. alpha n belongs to F. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നോക്കാം. T of 0 എങ്ങനെ 0 ആവുന്നത്? T of 0 പ്ലസ് 0നെ നമുക്ക് T of 0യുടെ കൂടെ നമ്മൾ 0 ഒന്ന് ആഡ് ചെയ്യുകയാണ്. എന്ത് തന്നെ കിട്ടും? T0 തന്നെ അല്ലേ കിട്ടുള്ളൂ. ഈക്വൽ ടു അതിനെ T of 0നെ നമുക്ക് 0 പ്ലസ് 0 എന്ന് എഴുതാമല്ലോ. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ട് അതിനെ നമുക്ക് T0 പ്ലസ് T0 എന്ന് എഴുതാം. ഇനി T0 ഇപ്പോൾ എന്തായി? അപ്പോൾ ലെഫ്റ്റ് സൈഡ് T0 പ്ലസ് 0, റൈറ്റ് സൈഡ് T0 പ്ലസ് T0, രണ്ട് T0 തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? T0 = 0 എന്ന് കിട്ടും. ഈ രണ്ടാമത്തത് എന്താണ്? T of മൈനസ് വി എന്ന് പറയുന്നത്. അത് T of മൈനസ് വിനെ നമുക്ക് T of -1 × V എന്ന് എഴുതാം. അപ്പോൾ T of ആൽഫ എക്സിനെ ആൽഫ × T of X എന്ന് എഴുതുന്ന പോലെ -1 × T of E എന്ന് എഴുതാൻ പറ്റും. മൈനസ് T of E എന്ന് എഴുതാം. ഓക്കെ, അടുത്തതായിട്ടുള്ളത് നമുക്കത് പ്രൂവ് ചെയ്യാനായിട്ട് n = 2 ഇതെങ്ങനെ വരുന്നത് നമുക്ക് T of ആൽഫ 1 V1 പ്ലസ് ആൽഫ 2 V2 നമുക്ക് T of ആൽഫ 1 V1 പ്ലസ് T of ആൽഫ 2 V2 എന്ന് എഴുതാം. ഈക്വൽ ടു ആൽഫ 1 × T V1 പ്ലസ് ആൽഫ 2 × T V2 എന്ന് എഴുതാം. ഓക്കെ, ഫോർ ജനറൽ n റിസൾട്ട് ഫോളോസ് ബൈ ഇൻഡക്ഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ.